ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻജോയ് ലൈഫ് വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു കോട്ടയം സ്റ്റൈൽ താറാവ് മപ്പാസാണ് ചെയ്യുന്നത്. നമ്മുടെ വെള്ളയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ബെസ്റ്റ് ഒരു കറിയാണ്. ക്രിസ്മസ് വരുമല്ലേ, ക്രിസ്മസ് സ്പെഷ്യൽ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. നമ്മുടെ കോട്ടയം സ്റ്റൈൽ താറാവ് മപ്പാസിന് വേണ്ടിയിട്ട് ഞാൻ താറാവ് എടുത്തിട്ടുണ്ട്. ഇത് ഒരു താറാവാണ് കേട്ടോ. ഇതിപ്പോൾ ഏകദേശം ഒരു 600 ഗ്രാം ഉണ്ടാവും. ആ ഒരു താറാവുണ്ട്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് കുക്കറിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ഒരു 5 വിസിൽ വരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. നാടൻ താറാവായതുകൊണ്ട് നല്ല വേവുണ്ടാവും. ഒരു 5 വിസിൽ നന്നായിട്ട് ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം. നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ വെള്ളം ആവശ്യമുള്ള കേട്ടോ. നമ്മൾ ഇതാണ് നമ്മുടെ ഗ്രേവിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ചിട്ട് ഒരു 5 വിസിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. അതെ, കുറച്ച് മതിയാവും. ഇനി അതിലേക്ക് തേങ്ങ, ഞാനൊരു 3 ടീസ്പൂൺ തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമുക്കിതാകെ 1/2 കിലോ, ഏകദേശം 600 ഗ്രാമോളെ വരത്തുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതുപോലെ നല്ല മഷിയായിട്ട് നമ്മൾ അരച്ചെടുക്കണം. ഇനി നമുക്ക് താറാവ് മപ്പാസ് തയ്യാറാക്കാൻ തുടങ്ങാം. നമ്മുടെ കോട്ടയം സ്റ്റൈൽ താറാവ് മപ്പാസ് ചെയ്യുന്നത് ഞാനിന്നൊരു ഉരുളിയിലാണ്. അപ്പം ഞാനൊരു ഉരുളി വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എണ്ണ ഒഴിച്ച് ചൂടാവുമ്പോഴേക്കും നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ കൂടെ നമുക്കൊരു 3-4 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം. കരിഞ്ഞു പോയത് ഒരു ബ്രൗൺ കളറിൽ നന്നായിട്ടൊന്ന് മൂത്ത് വന്നാൽ മതി. അപ്പോൾ അത് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മൂത്ത് നിറമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുക്കുന്ന താറാവിനനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ഇടത്തരം 2 സവാളയാണ് കേട്ടോ. അധികം വലിപ്പമില്ലാത്ത 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതൊന്ന് വാടി കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. സവാളയൊക്കെ ഒന്ന് വഴണ്ട് വന്നതേ കളറൊക്കെ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരു തക്കാളിയും പിന്നെ പച്ചമുളകിന് പകരം തൊണ്ടമുളക് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാനൊരു 4 മുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി, അത് രണ്ടും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ തക്കാളി മുളകൊക്കെ ഇട്ട് ഒന്ന് വാടി വന്നാൽ നമുക്കൊരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. താറാവിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടതാണ് മല്ലിപ്പൊടി. ഞാനൊരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ മീറ്റ് മസാലയാണ്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം.
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയാണ്. ഇത്രയും പൊടികളാണ് നമ്മളൊന്ന് ചേർക്കുന്നത്. ഇതൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റി യോജിപ്പിക്കാം. അപ്പം നമ്മുടെ മസാലപ്പൊടികളൊക്കെ നല്ല മൂത്തിട്ട് നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. നമ്മൾ താറാവ് വേവിച്ച് വെച്ചിട്ടുള്ള താറാവിൻ്റെ സ്റ്റോക്ക് വാട്ടർ ഇല്ലേ, ആ വെള്ളമാണ് നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത്. നമ്മൾ താറാവ് വേവിച്ച് വെച്ചിട്ടുള്ള ആ വെള്ളമാണ് ചേർക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ചൊന്ന് കുറുകി വരട്ടെ. ഗ്രേവി ഒന്ന് തിളച്ച് ജസ്റ്റ് ഒന്ന് കുറുകാൻ തുടങ്ങുമ്പോൾ നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള താറാവ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചില്ലേ, തേങ്ങയും കാഷ്നട്ടും കൂടി അരച്ച് വെച്ചതാണ്, ആ അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ അരപ്പും കൂടെ ചേർത്തപ്പോൾ കണ്ടില്ലേ, കളറൊക്കെ മാറി നല്ല കറക്റ്റ് മപ്പാസ്, നമ്മുടെ കോട്ടയം സ്റ്റൈൽ മപ്പാസിൻ്റെ കളറൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കാര്യം കൂടി ഇതിനകത്തോട്ട് ചേർക്കാനുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കോട്ടയം സ്റ്റൈൽ താറാവ് മപ്പാസ് തയ്യാറായിട്ടുണ്ട്. ഇത് അപ്പത്തിൻ്റെ കൂടെ ആണെന്ന് തോന്നുന്നു കേട്ടോ ഏറ്റവും ബെസ്റ്റ്. നല്ല വെള്ളയപ്പവും താറാവ് മപ്പാസ്. നല്ല കുറുകിയ ഗ്രേവിയാണ്, കണ്ടോ, നല്ല തിക്ക് ഗ്രേവിയാണ്. അപ്പം എന്തായാലും ഇനി ക്രിസ്മസ് വരാൻ പോവുകയാണല്ലോ. അപ്പോൾ ക്രിസ്മസിനൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ്. ഇതുപോലുള്ള റെസിപ്പീസ് ഇനിയും ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സ്റ്റേ ട്യൂൺ. ചെറിയ പൊടിക്കൈയും കൂടെ ബാക്കിയുണ്ട്, നമുക്കിത് അങ്ങോട്ടൊന്ന് വാങ്ങി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് ഒന്ന് താളിക്കാൻ പോവുകയാണ്. അപ്പം നമ്മൾ ചെറിയൊരു പാൻ എടുത്തിട്ട് കുറച്ച് എണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കടുകൊന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. ആ എണ്ണ ഒന്ന് ചൂടാവട്ടെ. അപ്പം എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് ഇതേപോലെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അണ്ടിപ്പരിപ്പ് മൂത്തിട്ടുണ്ട്. ചെറുതായിട്ട് കളർ മാറി വരുമ്പം കുറച്ച് ഒരു 3 വറ്റൽമുളകും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അതും കൂടി ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. വറ്റൽമുളകിന് അധികം സമയമൊന്നും വേണ്ടല്ലോ, ഇതൊന്ന് മൂത്തതിന് ശേഷം മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈ വറുത്തെടുത്ത അണ്ടിപ്പരിപ്പും വറ്റൽമുളകും നമ്മുടെ ഈ മപ്പാസിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ലാസ്റ്റായിട്ട് ഒരു അരമുറി നാരങ്ങയുടെ നീരും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ കോട്ടയം സ്റ്റൈൽ താറാവ് മപ്പാസ്. നിങ്ങൾക്ക് കുറച്ചും കൂടി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ എടുക്കാം കേട്ടോ. നമ്മുടെ സ്റ്റോക്ക് വാട്ടർ കുറച്ചും കൂടി ഒഴിച്ചിട്ട് കുറച്ച് ഗ്രേവി ഒന്ന് ലൂസാക്കി എടുത്താൽ മതി. അപ്പോൾ വീഡിയോ കണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.